മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പദ്ധതിയുടെ ആദ്യഘട്ടമായ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് നിർമ്മാണം 3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അറിയിക്കുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ്. 481.94 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണ്. കൊല്ലം കുറച്ച് പുറകിലേക്ക് പോകുമ്പോൾ 2008 മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസന പദ്ധതി തോമസ് ഐസക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പദ്ധതിക്കായി 64 കോടി രൂപ വകയിരുത്തി. പിന്നീട് ഒരു പുരോഗതിയുമില്ലാതെ ഒരു പതിറ്റാണ്ടോളം റോഡ് വികസനം കടലാസിലൊതുങ്ങി. 2012 ഡോക്ടർ MGS നാരായണന്റെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ റോഡ് അട്ടിമറിക്കുക എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ടാണ് കോടതിയിൽ ബോർഡ് നമ്മൾ പോയപ്പം ഹൈക്കോടതി പറഞ്ഞു സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങിയതുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ 10 വർഷം എടുത്തു ഫണ്ട് അനുവദിച്ച് സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഈ ജനുവരിയോടെ അവസാനിക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോഴും പലയിടത്തും ഈ റോഡ് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജനുവരി മാറി ഫെബ്രുവരിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ മന്ത്രി പറയുന്നത് ഫെബ്രുവരി അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ്. അങ്ങനെ ഇതൊക്കെ പ്രാവർത്തികമായി വരുമ്പോഴേക്ക് ഒരു പണിതീരാത്ത റോഡ് എന്നുള്ള നിലയ്ക്കായിരിക്കും ഉദ്ഘാടനം ചെയ്യപ്പെടുക. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ ഗവൺമെൻറ് കാലത്ത് ഉദ്ഘാടനം ചെയ്യണം എന്നൊരു വാശിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 5.32 കിലോമീറ്റർ നീളത്തിൽ 24 മീറ്റർ വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം. മലാപ്പറമ്പ് ഭാഗത്ത് മാത്രമാണ് നിലവിൽ കുറച്ചെങ്കിലും പ്രവൃത്തികൾ വേഗത്തിൽ നടക്കുന്നത്. ഇത് ഈസ്റ്റ് നടക്കാവ് ഭാഗമാണ്. ഇവിടെ ആകെ ചെയ്തിട്ടുള്ളത് റോഡ് പണിയുടെ ഭാഗമായി ഈ ഒരു ഓവുചാലിന്റെ നിർമ്മാണം മാത്രമാണ്. അതും പൂർത്തിയായിട്ടില്ല. റോഡ് പണിയിലേക്ക് കടക്കുന്നതിന് മുന്നായി ഇതാ ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ബാക്കി പണികളിലേക്ക് കടക്കാനാകൂ. ഈ റോഡ് എങ്ങനെ ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ജനങ്ങളുടെ സംശയം. നോ വേ ദേ കനോട്ട്. ബിക്കോസ് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് വിചാരിക്കുന്നത്? ഈ മാസം ഇന്നത്രയായി? ഐ ഡോണ്ട് തിങ്ക്. നോ വേ. അവർ വലിയ വലിയ അത്ഭുതങ്ങളെക്കാരും ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. ഒച്ചിഴിയുന്ന വേഗത്തിലായിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ളൊരു പ്രവർത്തനമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇല്ല, തീരാൻ ചാൻസ് കുറവാ. മന്ത്രി പറയാന്നല്ല നമുക്ക് അറിയില്ല. തീർന്നു. എൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥന എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കുറേ പ്രഖ്യാപനങ്ങൾ കേൾക്കും. നഗരത്തിന്റെ മുഖം മാറ്റുന്നതാണ് പദ്ധതി എന്ന കാര്യത്തിൽ തർക്കമില്ല. 4 വരിപ്പാത യാഥാർത്ഥ്യമാകുന്നതോടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ സഞ്ചരിക്കാനാകും. ഈ മാസം അവസാനമെങ്കിലും പണി പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുള്ളത്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.